ഇന്ന് എൻ്റെ ഒരു വർക്കിംഗ് ഡേ കണ്ടാലോ? ഞാൻ രാവിലെ തന്നെ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഹൈബ്രിഡ് മോഡലാണേ. വീക്ക്ലി ട്വൈസ് മാത്രം ഓഫീസിൽ പോയാൽ മതി. ഞങ്ങളുടെ ക്യാമ്പസ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എന്തൊരു ഭംഗിയാണെന്നറിയാമോ? ഫുൾ ചെടികളൊക്കെ ആയിട്ട് ഇതിൽ നടക്കാൻ ഒരു പ്രത്യേക ഫീലാണ്. അങ്ങനെ രാവിലെ ഞങ്ങൾക്ക് പാർക്കിങ്ങിൽ നിന്ന് കുറേ നടക്കാനുണ്ട് ബിൽഡിങ്ങിലേക്ക്. അങ്ങനെ കുറേ നടന്ന് ബിൽഡിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് യൂട്യൂബിൽ ഷോർട്സിൽ കുറച്ച് കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു, എന്താ ജോബ് എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ ഇൻഫോസിസിൽ ഡേറ്റ എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം കയറിയിട്ടൊരു 4 ഇയേഴ്സ് ആയി. പിന്നെ ഒരു ചേച്ചി കമൻറ്റിൽ കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഡേറ്റ എഞ്ചിനീയർ ആയിട്ട് ജോബ് കിട്ടുന്നതെന്നൊക്കെ. ഞാൻ ബിടെക് കഴിഞ്ഞിട്ട് പൈത്തൺ ഡെവലപ്പറായിട്ട് ഈ ടെക്നോ പാർക്കിൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ 4 ഇയേഴ്സ് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ ഇൻഫോസിസിലേക്ക് മാറിയത്. ഇവിടെ ഞാൻ ക്ലയൻറ്റ് സൈഡ് ഡേറ്റ എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ലിഫ്റ്റിൻ്റെ അടുത്തെത്തി. ഞാൻ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇരിക്കുന്നത്. ഇവിടെ ടീമൊന്നുമില്ല. എൻ്റെ ടീമൊക്കെ പൂനെ ബേസ്ഡ് ഒക്കെയാണ്. അപ്പം ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ട്രിവാൻഡ്രത്ത്. അന്നേരം ഫസ്റ്റ് ഞാൻ കയറുമ്പോഴേ മെയിലൊക്കെ ചെക്ക് ചെയ്യും. എന്തെങ്കിലും റിപ്ലൈ കൊടുക്കാനുള്ളതാണെങ്കിൽ അതൊക്കെ ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് മോർണിംഗ് ക്ലയൻറ്റ് കോൾ അങ്ങനെയൊന്നുമില്ല, ഈവനിങ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മോർണിംഗ് ഞാൻ കുറച്ച് റിലാക്സ്ഡ് ആണ്. മെയിലൊക്കെ ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു കോഫി ബ്രേക്കിന് പോവേ. പാട്ടൊക്കെ കേട്ട് അങ്ങനെ എൻജോയ് ചെയ്താണ് ഞാൻ വർക്ക് മിക്കപ്പോഴും ചെയ്യുന്നത്. ഇടയ്ക്കൊക്കെ നല്ല സ്ട്രെസ്സ് വരാറുണ്ട്. അങ്ങനെ പോയി ഒരു ക്യാപ്പിച്ചീനൊക്കെ കുടിച്ചു. ഇവിടെ ഇങ്ങനെ കോഫിയൊക്കെ ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുമേ. ഓഫീസിൽ വന്ന് എനിക്ക് ഇവിടുത്തെ ഈ മെഷീൻ കോഫി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 1-2 പ്രാവശ്യമൊക്കെ കുടിക്കാറുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരിക്കും. പിന്നെ ചില ദിവസം ഫ്രണ്ട്സൊക്കെ കാണും. അവർക്കൊക്കെ മിക്കവാറും മോർണിംഗ് ഒക്കെ ആയിരിക്കും കോൾ. അപ്പോൾ അവരൊക്കെ കുറച്ച് ബിസി ആയിരിക്കും. അങ്ങനെ ഞാൻ കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്നു. പിന്നെ വാഷ്റൂമിൽ പോയി എന്നും ഞാൻ ഈ വാഷ്റൂമിൽ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. അതെൻ്റെ ഒരു ശീലമായിട്ടുണ്ട്. വീക്ക്ലി ട്വൈസ് അല്ലേ വരുന്നുള്ളൂ. അപ്പം അങ്ങനെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് പിന്നെയും കുറച്ച് നേരം വർക്കിനൊക്കെ കയറി. അത് കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ചിന് പോകാറായപ്പോൾ ഫ്രണ്ട്സൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഫുഡ് കോർട്ട് ഭയങ്കര വലുതാണ്, 2 ഫ്ലോറിലായിട്ട്. ഇന്ന് ഞാൻ ചപ്പാത്തി ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. മിക്ക ദിവസം ചപ്പാത്തി അല്ല റൈസ് അങ്ങനെയൊക്കെ ആയിരുന്നു വാങ്ങുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഇന്ന് ഞാൻ ടീ ബ്രേക്കിന് നിന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ചെടികളുടെയൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണും. ഒരു 4 ഇയേഴ്സായിട്ട് ഈ സെയിം ഇത് തന്നെയാണ്. ഒരു കുഴപ്പവും അങ്ങനെയില്ല. നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ചെടികളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു പ്രത്യേക രീതിയിലെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന മണി പ്ലാന്റ്സ് ഒക്കെ ചുമ്മാ ഇങ്ങനെ നിലത്തൂടെ ഇങ്ങനെ പടർത്തി വിട്ടേക്കുവാണ്. നല്ല ഭംഗിയാണ്. ഇത്രയും ഏക്കേഴ്സ് ഉണ്ടെങ്കിലും ഒരു പുല്ലോ അങ്ങനെ ഒന്നും ഒരിടത്തും കാണാൻ പറ്റത്തില്ല. നല്ല ക്ലീനാണ്. കുറേ ഇങ്ങനെ നടന്ന് കാണാനൊക്കെ ഉണ്ട്. ഞാൻ സെക്യൂരിറ്റി ചെക്കിലേക്ക് പോവുകയാണ്. പിന്നെ ഈ ജോബിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ റിപ്ലൈ തരാവേ. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.